നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പുതിയ നീക്കത്തിലാണ് കേന്ദ്രം. ശത്രുരാജ്യങ്ങളിൽ കൂടുതൽ കരുത്തു കാട്ടാൻ, പ്രകോപനങ്ങൾ ചെറുത്തു തോൽപ്പിക്കാൻ മതിയായ പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ പ്രതിരോധ മേഖലയുടെ കരുത്ത് അനുദിനം വർദ്ധിക്കുകയാണ്. ഇപ്പോ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇന്ത്യയുടെ ആവശ്യപ്രകാരം റഫാൽ യുദ്ധവിമാനങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ടെൻഡറിന് മറുപടി അറിയിച്ച് ഫ്രഞ്ച് സർക്കാർ സംഘം നീക്കങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 50,000 കോടി രൂപ ചെലവിൽ 26 റഫാൽ യുദ്ധവിമാനം വാങ്ങാനുള്ള ഇന്ത്യൻ തീരുമാനത്തെയാണ് ഫ്രാൻസ് ഇപ്പോൾ സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ടെൻഡറിന് ഫ്രാൻസ് മറുപടി സമർപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വളരെ സുപ്രധാനമായുള്ള നീക്കങ്ങളെ പറ്റി വിശദമായ പഠനങ്ങളും നീക്കങ്ങളും നടന്നു വരികയുമാണ്. കരാറിന്റെ വിശദാംശങ്ങൾ, അതുപോലെ തന്നെ വിമാനത്തിന്റെ വില തുടങ്ങിയ സുപ്രധാന വിവരങ്ങൾ, ഇന്ത്യക്ക് ലഭിച്ച മറുപടി, ഇതെല്ലാം വിശദമായി പഠിക്കുകയാണെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ ആവശ്യപ്പെട്ട എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന തരത്തിലാണോ നിർമ്മാണം എന്നുള്ളത് ഇന്ത്യ പരിശോധിക്കുമെന്നതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും പ്രതിരോധ മന്ത്രാലയം ശക്തമായ നീക്കങ്ങൾ നടത്തി വരികയാണ്. അതായത് ICGയുടെ കരുത്ത് കൂട്ടാനായിട്ട് 6 ഹൈടെക് പട്രോൾ കപ്പലുകളാണ് ഇന്ത്യ വാങ്ങുക എന്നുള്ളതാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട കരാറുകളിലും പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചു കഴിഞ്ഞു. കണക്കുകൾ നോക്കുകയാണെങ്കിൽ 1614.89 കോടി രൂപ ചിലവിലാകും അത്യാധുനിക കപ്പലുകൾ വാങ്ങുക. അതുപോലെ തന്നെ നിലവിലുള്ള 4 ഓഫ് ഷോർ പട്രോളിംഗ് വെസലുകൾക്ക് പകരമായിട്ടാകും ഈ ഹൈടെക് പട്രോൾ വെസലുകൾ വരിക. ഈ കപ്പലുകൾ കൂടി വരുന്നതോടുകൂടി ഇന്ത്യൻ തീരങ്ങളിൽ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാനും അതേപോലെ തന്നെ തിരച്ചിലും രക്ഷാപ്രവർത്തനത്തിനും സഹായകരമാകും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ഒരു നീക്കത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യത്തിന്റെ പ്രതിബദ്ധത ഒരുപാടാണ് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് AI സാങ്കേതിക വിദ്യയും ഈ കപ്പലിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അടുത്തത് പറഞ്ഞേട്ടാ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.